യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് 2 മത്സരങ്ങൾ നിങ്ങൾ നോക്കി. ഒന്ന് ഷെഫീൽഡ്, അതുപോലെ തന്നെ ഇന്ന് ബേൺലി. 19ഉം 20ഉം സ്ഥാനത്തുള്ള ടീമുകൾക്കെതിരെ ഈ രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴത്തേനും ഹാർഡ് കോർ യുണൈറ്റഡ് ഫാൻസ് ഒരു മനുഷ്യൻ പോലും അത്ഭുതപ്പെടത്തില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഫ്രസ്ട്രേറ്റഡ് ആകുമോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകുമോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ആകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കാരണം ഇവന്മാരെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇവന്മാരെല്ലാ മാച്ചിലും ഒരേ രീതിയിൽ കൺസീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ എല്ലാ മാച്ചിലും വരുത്തുന്ന ഇവന്മാരുടെ ഗെയിമിൽ നമ്മൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ടെൻഹാഗിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ടെൻഹാഗിന് ആ ഒരു മെജോറിറ്റി ഫാൻസിന് സ്റ്റിൽ ടെൻഹാഗിൻ്റെ ബാക്കിംഗ് ഉണ്ട്. കുറേ പേർക്ക് ടെൻഹാഗിനെതിരാണ്. അത് ഓരോ മാച്ച് കഴിയും തോറും അതിൻ്റെ പെർസെൻറ്റേജ് ഇങ്ങനെ കൂടിക്കൂടി, ടെൻഹാഗിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർസെൻറ്റേജ് കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് കൂടുന്നത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീം ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിന് 19ഉം 20ഉം സ്ഥാനത്തുള്ള ലീഗിലെ ഏറ്റവും വേഴ്സായിട്ടുള്ള ടീമുകൾക്കെതിരെ പോലും മാച്ച് കൺവിൻസിംഗ് ആയിട്ട് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്ലെയേഴ്സിൻ്റെ മാത്രം കുറ്റമല്ല, അത് മാനേജറിൻ്റെയും കുറ്റമുണ്ട്. ഓൾറെഡി ഈ ഒരു പ്ലെയേഴ്സിൻ്റെ വിശ്വാസം, അത് ടെൻഹാഗിലുള്ള പ്ലെയേഴ്സിൻ്റെ വിശ്വാസം അത് നഷ്ടപ്പെട്ടു. ഓൾറെഡി പ്ലെയേഴ്സ് ടെൻഹാഗിന് വേണ്ടി കളിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പലരും സ്റ്റോപ്പ് ചെയ്തു. അതിനകത്ത് എനിക്ക് മഗ്വയർ, അല്ലെങ്കിൽ ബ്രൂണോ, ആൻ്റണി, ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഒഴികെ എനിക്ക് തോന്നുന്നില്ല ആ ടീമിന് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ ടെൻഹാഗിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സ് അവിടെ ഇല്ല. ഓൾറെഡി അവർക്കറിയാം ഈ ഒരു സീസൺ കൊണ്ട് ടെൻഹാഗ് പോകും എന്നുള്ള രീതിയിൽ കളിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു മാച്ച് നോക്കി, ഈ ഒരു മാച്ചിൽ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് കോബി മെനുവിനെയും അതുപോലെ തന്നെ ഹോയ്ലൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മക്ടോമിനെയും അതുപോലെ തന്നെ വേറെ ആരാ വരുന്നത്, അമാദും വരുന്നുണ്ട്. മക്ടോമിനെ അമാദും കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും ആ ഒരു ക്രൗഡിൻ്റെ ബൂയിങ് കാണാം. അതുപോലെ ആ ഒരു മാച്ച് കഴിയുന്ന സമയത്തെ ക്രൗഡിൻ്റെ റിയാക്ഷൻ, ഇതൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ തീർന്നു. ആ ഒരു ക്രൗഡ്, അല്ലെങ്കിൽ യുണൈറ്റഡ് ഫാൻസിൻ്റെ യുണൈറ്റഡ് മാനേജറിലുള്ള ആ ഒരു വിശ്വാസം അത് തീർന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ യുണൈറ്റഡ് ടീം ആ ഒരു ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും ഗ്യാസ് തീർന്നു. അപ്പോൾ 20 മിനിറ്റ് വരെ ഉള്ളൂ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ്. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എറിക്സണെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടെൻഹാഗ് എന്തുകൊണ്ട് അത്രയും ഡിലേ ചെയ്തു? ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് പോലും എറിക്സണെ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ക്രൗഡിൽ നിന്ന് ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പം എറിക്സൺ പോണക്കത്തെ പ്ലെയറൊക്കെ നമ്മുടെ മിഡ്ഫീൽഡിൽ പുള്ളിയുടെ പ്രൈമിലാണെങ്കിൽ ശരിക്കും നമ്മുടെ മിഡ്ഫീൽഡിനെ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്തേനെ. പക്ഷേ പ്രൈമിലല്ല, എന്ത് ചെയ്യാൻ പറ്റും? മാച്ചിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ ചാൻസസ്, ബ്രൂണോ തന്നെ എനിക്ക് തോന്നുന്നു 4 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗർനാച്ചോയ്ക്ക് കിട്ടിയ ചാൻസസിൻ്റെ എണ്ണങ്ങൾ ശരിക്കും ഇത്രയും നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആകണം. ഗർനാച്ചോ ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്, ഡേഞ്ചറസ് പൊസിഷനിലൊക്കെ എത്തുന്നുണ്ട്, പക്ഷേ പൊസിഷൻ ലൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ തേർഡിൽ ക്ലിനിക്കലാകുന്നില്ല. അപ്പം പിന്നെ ആര് ഗോൾ സ്കോർ ചെയ്യും? ഹോയ്ലൻഡ് ഫോമിലല്ല. ഹോയ്ലൻഡ് മര്യാദയ്ക്കുള്ള ആ ഒരു പൊസിഷൻസ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പൊസിഷൻസിൽ എത്താൻ പുള്ളിക്ക് പറ്റുന്നില്ല. അതുപോലെ ഹോൾഡ് അപ്പ് പ്ലേ മോശം. ഓരോ പ്രാവശ്യവും ഒനാന ലോങ് ബോൾ കളിക്കുന്നു, ഹോയ്ലൻഡിലോട്ട് കളിക്കുമ്പോഴത്തേനും നമ്മൾ പൊസിഷൻ ലൂസ് ചെയ്യുക. അപ്പം നമ്മുടെ ഫോർവേഡ്സിനൊന്നിനും ആ ഒരു ഗ്രൗണ്ട് ഡ്യുവലോ അല്ലെങ്കിൽ ഏരിയൽ ഡ്യുവലോ ഒന്നും വിൻ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പം ഫോർവേഡ്സിലാകപ്പെടെ ആൻ്റണി ഇന്ന് കുറച്ചുകൂടെ പ്രിസൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈവൻ ഹോയ്ലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇൻ ബിഹൈൻഡ് റൺസൊക്കെ മേക്ക് ചെയ്യുന്ന കാര്യത്തിലും കറക്റ്റ് ടൈമിൽ കറക്റ്റ് പൊസിഷൻസൊക്കെ ഒക്യുപ്പൈ ചെയ്യുന്ന കാര്യത്തിലും ആൻ്റണി വരെ ബെറ്ററാണ് ഹോയ്ലൻഡിനേക്കാളും. ഇപ്പോൾ ഹോയ്ലൻഡിൻ്റെ ഗെയിം എന്താണെങ്കിലും ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹോയ്ലൻഡിൻ്റെ പല ഗെയിമിലെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിന് വേണ്ട പല ആട്രിബ്യൂട്ട്സും അത് ഹോയ്ലൻഡ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ 80ാമത്തെ മിനിറ്റിൽ നമ്മൾ സ്കോർ ചെയ്ത ഗോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗിഫ്റ്റായിരുന്നു. അവരതേ പ്ലേറ്റ് വെച്ച് നമുക്ക് തരുന്ന ഒരു ഗോളാണ്. ശരിക്കും പറഞ്ഞാൽ ഫൈനൽ തേർഡിൽ അവർ മിസ് പാസ് നടത്തി ആൻ്റണിക്ക് ആ ഒരു ബോൾ കിട്ടുന്നു, ആൻ്റണി ഗോൾ സ്കോർ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു 80ാമത്തെ മിനിറ്റിൽ കിട്ടിയ ആ ഒരു 1-0 ലീഡ് ഓൾഡ് ട്രാഫോർഡിൽ 19ാം സ്ഥാനത്തുള്ള ബേൺലി പോണക്കത്തെ ടീമിന് ഒരു 10-15 മിനിറ്റും കൂടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിവില്ലാത്ത ടീമാണല്ലോ നമ്മളെന്ന് ഓർക്കുമ്പോണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഒരു ലെവൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു എക്സ്പെക്റ്റേഷൻ. ആ ഒരു സമയത്ത് ശരിക്കും നമ്മുടെ ടീമിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഒരു ലെവലൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഒരു 80ാമത്തെ മിനിറ്റിൽ നമ്മൾ സ്കോർ ചെയ്യുന്നു, എന്നിട്ട് 5 മിനിറ്റിനുള്ളിലാണ് നമ്മൾ അടുത്ത ആ ഒരു ഗോൾ അവർക്ക് വെച്ച് നീട്ടി കൊടുക്കുന്നത്. ഒനാന കസമീറോ
ഇപ്പോൾ രണ്ടെണ്ണന്മാരും കൂടെ ആ ഒരു ഗോൾ തിരിച്ചടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് സമനില നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരായിട്ട് ഒരുക്കി കൊടുത്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 6 മത്സരങ്ങൾ, യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് 6 മത്സരങ്ങൾ നോക്കിയോ, യുണൈറ്റഡിൻ്റെ ആ ഒരു ലാസ്റ്റ് 6 മത്സരങ്ങളിൽ 5 ഗോളുകളാണ് പെനാൽറ്റി വഴി നമ്മൾ കൺസീഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 4 എണ്ണവും നമ്മൾ വിന്നിങ് പൊസിഷനിൽ നിന്ന സമയത്താണ് നമ്മൾ കൺസീഡ് ചെയ്തത് എന്ന് ഓർക്കണം. അപ്പോൾ എല്ലാ മാച്ചിലും ഒരേ തരത്തിലുള്ള ഈ മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് റെക്ടിഫൈ ചെയ്യുന്നില്ല? ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ മാനേജറിന് നേരെയാണ് വരേണ്ടത്. പ്ലെയേഴ്സ് വാഴകളാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ മാനേജറും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് ഫാൻസൊക്കെ ഇപ്പം പയ്യെ ടെൻ ഹാഗിനെതിരെ തിരിയുന്നത്. ഒരു രീതിയിലുള്ള ടാക്ടിക്സ് ഒന്നുമില്ലാത്ത ഈ ഒരു ടീമിനെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയാൻ തന്നെ നാണക്കേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഉള്ള ബാക്കി മത്സരങ്ങൾ നോക്കിയോ, ലാസ്റ്റ് 4 മത്സരങ്ങൾ, ഒന്ന് ക്രിസ്റ്റൽ പാലസിനെതിരെ, അവരാണെങ്കിൽ പുതിയ കോച്ച് വന്ന പിന്നെ പ്രാന്തം കളിയാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 4 മത്സരത്തിൽ അവർ തോറ്റിട്ടില്ല. ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയി തോപ്പിച്ചു, ന്യൂകാസിലിനെ തോപ്പിക്കുന്നു, പിന്നാരാ വെസ്റ്റ് തോപ്പിക്കുന്നു, ലാസ്റ്റായിട്ട് ഇന്ന് ഫുള്ളാമിനെതിരെ സമനില. അപ്പോൾ ആ ടീമിനെതിരെ എവേ ഗെയിം കളിക്കുന്നത് അവിടെയൊക്കെ പോയി എന്നാ കാണിച്ചു കൂട്ടും എന്നെനിക്കറിയത്തില്ല. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ പാലസ്, അത് കഴിഞ്ഞ് ന്യൂകാസിൽ, പിന്നെ അതാ ബ്രൈറ്റൺ, ആർസണൽ. അപ്പോൾ ഇത്രയും മത്സരങ്ങളാണ് നമുക്ക് ഇനിയും മിച്ചമുള്ളത്. അണ്ടം കീറും. അപ്പോൾ ബാക്കി ഇനി യുണൈറ്റഡ് കാണിച്ച് കൂട്ടാൻ പോകുന്ന ഈ ഒരു കോമാളിത്തരമൊക്കെ നമ്മളിനിയും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് സീസൺ അവസാനിപ്പിക്കുക. 4 മത്സരം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ഗൈസ്.